നമസ്തേ. വാൽമീകി രാമായണം ബാലകാണ്ഡം തുടരുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വിശ്വാമിത്ര മഹർഷിയും വസിഷ്ഠ മഹർഷിയുമായിട്ടുള്ള യുദ്ധമാണ് ശരിക്കും ഇനി പറയുന്നത്. 53 സർഗ 53 സർഗം. വിശ്വാമിത്രൻ വസിഷ്ഠ മഹർഷിയോട് കാമധേനുവെ ചോദിക്കുന്നു. ഏവമുക്താ വസിഷ്ഠേന ശബളാ ശത്രുസൂദന വിദധേ കാമധുക്കാമാൻ യസ്യേഥേപ്സിതം ഇക്ഷൂന്മധുരസാൻ ലാജാൻ മൈരേയാംസവരാസവാൻ പാനാനി ച മഹാർഹാണി ഭക്ഷ്യാംശ്ചോച്ചാവചാംസ്തഥാ ഉഷ്ണാഢ്യസ്യൗദനസ്യാത്ര രാശയ പർവ്വതോപമാ മൃഷ്ടാന്നാനി ച സൂപാശ്ച ദധികുല്യാസ്തഥൈവ ച നാനാസ്വാദുരസാനാം ച ഷഡ്രസാനാം തഥൈവ ച ഭാജനാനി സുപൂർണാനി ഗൗഡാനി ച സഹസ്രശാ സർവമാസീഷു സന്തുഷ്ടം ഹൃഷ്ടപുഷ്ടജനായുധം വിശ്വാമിത്രബലം സർവം വസിഷ്ഠേനാദിതർപ്പിതം വിശ്വാമിത്രോപി രാജർഷൃഷ്ട പുഷ്ടസ്തദാഭവത് സാന്തപുരവരോ രാജാ സബ്രാഹ്മണപുരോഹിത സാമാത്യോ മന്ത്രിസഹിത സഭൃത്യപൂജിതസ്തദാ യുക്ത പരമഹർഷേണ വസിഷ്ഠമിതമബ്രവീത്. പൂജിതോऽഹം ത്വയാ ബ്രഹ്മൻ പൂജാർഹേണ സുസത്കൃത ശ്രൂയതാമഭിധാസ്യാമി വാക്യം വാക്യവിശാരദ ഗവാം ശതസഹസ്രേണ ദീയതാം ശബലാ മമ രത്നം ഹി ഭഗവന്നേതദ്രത്നഹാരീ ച പാർത്ഥിവ തസ്മാന്മേ ശബലാം ദേഹി മമേഷാ ധർമ്മദോ ദ്വിജാ. ഹേ ശത്രുനാശനായ രാമ, ഇഷ്ടപ്പെട്ടതെല്ലാം കൊടുപ്പാൻ കഴിവുള്ള ആ കാമധേനു വസിഷ്ഠ മഹർഷിയാൽ ഇപ്രകാരം നിയോഗിക്കപ്പെട്ടതായി എവനെ വന്ന് എങ്ങനെ ഇഷ്ടമോ അങ്ങനെ കരിമ്പിൻ തേനിനങ്ങളെയും പൊരികളെയും ലഹരിയുള്ള പാനീയങ്ങളെയും പുഷ്പങ്ങളിൽ നിന്നും പഴങ്ങളിൽ നിന്നും പിഴിഞ്ഞെടുത്ത ഉത്കൃഷ്ടരസങ്ങളെയും ഏറ്റവും വിശേഷപ്പെട്ട മറ്റു പാനകം മുതലായ പാനീയങ്ങളെയും പല മാതിരിയായുള്ള പലഹാരങ്ങളെയും ആവശ്യപ്പെട്ടവയെല്ലാം കൊടുത്തു. അവിടെ വേണ്ടത്തക്ക ചൂടുള്ള ചോറ്റിൻ കുന്നുകളും ചിത്രാന്നങ്ങളും മലകൾ എന്ന പോലെ വിളങ്ങി. പരിപ്പ് കുഴമ്പുകളും അപ്രകാരം തന്നെ തൈർ മോർ വകകളും കുളങ്ങളായി വിളങ്ങി. പല പല നല്ല സ്വാദുള്ള രസങ്ങളോട് കൂടിയതും അപ്രകാരം തന്നെ രസ പരിപൂർണങ്ങളും ആയ പാത്രങ്ങളും അതിരുചികരങ്ങളായ മധുര പലഹാരങ്ങളും ആയിരക്കണക്കായി വിളങ്ങി. മതിയും കൊതിയും ആയ ജനങ്ങൾ നിറഞ്ഞ വിശ്വാമിത്ര സൈന്യം മുഴുവനും വസിഷ്ഠ മഹർഷിയാൽ എല്ലാവിധത്തിലും നല്ല സന്തുഷ്ടി പൂണ്ടതായി അതിസംതൃപ്തി പൂണ്ടതായി ഭവിച്ചു. അന്തഃപുര സ്ത്രീകളടക്കം ബ്രാഹ്മണരും പുരോഹിതന്മാരും അടക്കം രാജർഷിയായ വിശ്വാമിത്ര മഹാരാജാവും ആ സമയം സർവപ്രകാരത്തിലും മനസ്സന്തുഷ്ടി പൂണ്ടവനായി ഭവിച്ചു. കാര്യങ്ങൾ നിർവഹിക്കുന്നവരായ ഉദ്യോഗസ്ഥരടക്കം ആലോചനയിൽ സഹായിക്കുന്നവരായ മന്ത്രിമാരടക്കം ഭൃത്യജനങ്ങളടക്കം വിരുന്നു ചെയ്യപ്പെട്ടവനായ അദ്ദേഹം അതിനാൽ അത്യാനന്ദത്തോടു കൂടിയവനായി വസിഷ്ഠ മഹർഷിയെ നോക്കി ഇങ്ങനെ ഉര ചെയ്തു. വാക്യജ്ഞനായ ഹേ ബ്രാഹ്മണോത്തമ, പൂജിക്കപ്പെടേണ്ടവനായ നിന്തിരുവടിയാൽ ഞാൻ ബഹുമാനിക്കപ്പെട്ടവനായി ശ്രദ്ധയോടെ വിരുന്നു ചെയ്യപ്പെട്ടു. ഒരു വാക്ക് ഞാൻ പറയാം, ചെവിക്കൊണ്ടാലും. പശുക്കളുടെ 100,000 പകരമായി എനിക്ക് കാമധേനു നൽകപ്പെടേണമേ. സ്വാമിൻ അന്തണോത്തമ, രാജാവ് ഒരുവൻ മാത്രമാണ് ഓരോ വസ്തുക്കളിലും വെച്ച് ശ്രേഷ്ഠമായുള്ളതിന് ഉടമസ്ഥൻ എന്നുള്ളത് ധർമ്മശാസ്ത്രവിധിയാണല്ലോ. ഇത് സ്വജാതിയിൽ വെച്ച ഉത്തമമായത് അങ്ങനെയിരിക്കെ ഇതെനിക്കുള്ളതാകുന്നു. അതിനാൽ ശബളിയെ എനിക്ക് തന്നേക്കുക. ഏവമുക്തസ്തു ഭഗവാൻ വസിഷ്ഠോ മുനിസത്തമ വിശ്വാമിത്രേണ ധർമാത്മാ പ്രത്യുവാച മഹീപതിം നാഹം ശതസഹസ്രേണ നാഭികോടിശതൈർഗവാം
രാജൻ ദാസ്യാമി ശബലാം രാശിഭീരജതസ്യ വാ ന പരിത്യാഗമർഹേയം മത്സകാശാദരിന്ദമ ശശ്വതീ ശബലാമഹ്യം കീർത്തിരാത്മവദോ യഥാ അസ്യാം ഹവ്യം ന കവ്യം ച പ്രാണയാത്രാ തഥൈവ ച ആയത്തമഗ്നിഹോത്രം ച ബലിർഹോമസ്തഥൈവ ച സ്വാഹാകാരവഷട്കാരൗ വിദ്യാശ്ച വിവിധാസ്തഥാ ആയത്തമത്ര രാജർഷേ സർവമേതന്ന സംശയ സർവസ്വമേതൽ സത്യേന മമ തുഷ്ടികരീ സദാ കാരണൈർബഹുഭീരാജന്ന ദാസ്യേ ശബലം തവ വസിഷ്ഠേനൈവ മുക്തസ്തു വിശ്വാമിത്രോ അബ്രവീത് തദാ സംരബ്ധതരമത്യർത്ഥം വാക്യം വാക്യവിശാരദഃ. ഈ വിധം വിശ്വാമിത്ര മഹാരാജാവിനാൽ ആവശ്യപ്പെട്ടവനും മുനിശ്രേഷ്ഠനും ധർമാത്മാവും ആയ വസിഷ്ഠ ഭഗവാൻ അരജനോടായി ആ സംഗതിയെക്കുറിച്ച് ഇങ്ങനെ മറുപടി അരുളി ചെയ്തു. രാജാവേ, പശുക്കളുടെ 100,000 ആയാലും 100 കോടികളായാലും വെള്ളിയുടെ കുന്നുകളായാലും വേണ്ടതില്ല, ഞാൻ കാമധേനുവിനെ കൊടുക്കയില്ല. ഹേ ശത്രുനാശന, അറിവുള്ളവന് കീർത്തി ഒന്നു തന്നെയാണ് സർവസ്വം. അപ്രകാരം തന്നെയാണ് ഈ കാമധേനു എനിക്കും. എൻ്റെ പക്കൽ നിന്ന് മറ്റൊരുത്തനായി ത്യാഗം ചെയ്യപ്പെടുവാൻ പാടുള്ളതല്ല അത്. ദേവകാര്യം പിതൃകാര്യവും പ്രാതകാലത്തിലും സായങ്കാലത്തിലും ഉള്ള ഹോമവും ഭൂതബലിയും ദശപൂർണമാസാദി ക്രിയയും അപ്രകാരം തന്നെ പ്രാണസന്ധാരണവും എല്ലാം ഇതിങ്കൽ തന്നെയാണ് അധീനമായിരിക്കുന്നത്. അല്ലയോ രാജർഷേ, സ്വാഹ വഷട്ട് എന്ന ഹോമമന്ത്രങ്ങളും പല പല വേദം മുതലായ വിദ്യകളും ഇതിങ്കൽ ഇതെല്ലാം തന്നെ അധീനമായിരിക്കുന്നു, സംശയമില്ല. രാജാവേ, ഏതു കാലത്തും ഉത്കൃഷ്ടങ്ങളായ പ്രവൃത്തികളെ കൊണ്ട് യാതൊന്നിരിക്കെ മറ്റൊന്നിനെ ആവശ്യപ്പെടുകയില്ലയോ, അപ്രകാരമുള്ളതായിരിക്കുന്നു ഇത്. എല്ലാം തന്നെയാകുന്നു എനിക്കിത്. അതുകൊണ്ട് എന്തായാലും അങ്ങ് ഈ കാമധേനുവെ ഞാൻ തരികയില്ല. വസിഷ്ഠ മഹർഷിയാൽ ഇപ്രകാരം അരുളപ്പെട്ട വാക്യപ്പെടുവായ വിശ്വാമിത്രനാകട്ടെ അപ്പോൾ അതിയായ ലോഭത്തെ വെളിപ്പെടുത്തുന്നതായ മൊഴിയെ ഉര ചെയ്തു. ഹൈരണ്യകക്ഷ്യാഗ്ദൈവേയാൻ സുവർണാങ്കുശഭൂഷിതാൻ ദദാമി കുഞ്ചരാണാം തേ സഹസ്രാണി 14 ഹൈരണ്യാനാം രഥാനാം ച ശ്വേതാശ്വാനാം ചതുര്യുജാം ദദാമി തേ ശതാന്യഷ്ടൗ കിങ്കിണീശതഭൂഷിതാൻ ഹയാനാം ദേശജാതാനാം കുലജാനാം മഹൗജസാം സഹസ്രമേകം 10 ച ദദാമി തവ സുവ്രത നാനാവർണവിഭക്താനാം സവത്സാനാം തഥൈവ ച ദദാമ്യേകാം ഗവാം കോടിം ചബലാദീയതാം മമ യാവദിച്ഛസി രത്നം വാ ഹിരണ്യം വാ ദ്വിജോത്തമ താവദ്ദാസ്യാമി തേ സർവം ശബലാദീയതാം മമ. ഏവമുക്തസ്തു ഭഗവാൻ വിശ്വാമിത്രേണ ധീമതാ ന ദാസ്യാമീതി ശബലാം പ്രാഹരാജൻ കഥഞ്ജന ഏതദേവ ഹി മേ രത്നം ഏതദേവ ഹി മേ ധനം ഏതദേവ ഹി സർവസ്വം ഏതദേവ ഹി ജീവിതം ദർശശ്ച പൂർണ്ണമാസശ്ച യജ്ഞാശ്ചൈവാപ്തദക്ഷിണാഃ ഏതദേവ ഹി മേ രാജൻ വിവിധാശ്ച ക്രിയാസ്തഥാ. അങ്ങേക്കായിക്കൊണ്ട് ആനകളുടെ 14 സഹസ്രങ്ങളെയും തങ്കച്ചങ്ങലകളും കഴുത്തിൽ കെട്ടുന്ന തങ്കക്കയറുകളും ചേർന്നവയായി സ്വർണ്ണത്തോട്ടികളോട് കൂടിയവയായും ഞാൻ തരുന്നുണ്ട്. സ്വർണ്ണമയങ്ങളായ വെള്ളക്കുതിരകൾ പൂട്ടിയവയായും 4 കുതിര കെട്ടിയവയായും 100കണക്കായി കിങ്ങിണികളാൽ അലങ്കരിക്കപ്പെട്ടവയായുള്ള രഥങ്ങളുടെ 8 ശതങ്ങളെയും അങ്ങേക്കായിക്കൊണ്ട് ഞാൻ തരുന്നുണ്ട്. അല്ലയോ സത്വൃത, പല നാടുകളിലുണ്ടായവയും നല്ല ജാതിയിൽ പിറന്നവയും അതിവേഗതയുള്ളവയും ആയ കുതിരകളുടെ 11,000 എണ്ണം അങ്ങേക്കായിക്കൊണ്ട് ഞാൻ തരാം. പല പല നിറഭേദങ്ങളുള്ളവയും കുട്ടികളോട് കൂടിയവയും കറക്കുന്നവയും ആ പശുക്കളുടെ 1 കോടിയെയും തരുന്നുണ്ട്. എനിക്ക് അവയ്ക്ക് പകരം കാമധേനു മാത്രം നൽകപ്പെടട്ടെ. ഹേ ബ്രാഹ്മണോത്തമ, രത്നമാകട്ടെ സ്വർണമാകട്ടെ അവിടുന്ന് ഇച്ഛിക്കുന്നത് ഏതേത് എത്രയോ അതിനെ എല്ലാം തന്നെ അവിടുത്തേക്കായി ഞാൻ തന്നേക്കാം. എനിക്ക് ശബലയെ മാത്രം നൽകിയാലും. എന്നിപ്രകാരം ധീമാനായ വിശ്വാമിത്ര മഹാരാജാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ട വസിഷ്ഠ ഭഗവാനാകട്ടെ ഇപ്രകാരം അരുളി ചെയ്തു. രാജാവേ, കാമധേനുവെ എന്തായാലും ഞാൻ തരികയില്ല. ഇതൊന്നു മാത്രമാണ് എനിക്ക് രത്നം, ഇതൊന്നു മാത്രമാണ് എനിക്ക് ധനം, ഇതൊന്നു മാത്രമാണ് സർവത്വം.
സർവസ്വത്വം ഇതൊന്നു മാത്രമാണ് ജീവൻ. രാജാവേ, കറുത്തവാവിനുള്ള ഹോമകാര്യങ്ങളും വെളുത്തവാവിനുള്ള അഗ്നിഹോത്രവും ധാരാളമായി ദക്ഷിണകൾ ചെയ്യേണ്ടവയായുള്ള യാഗങ്ങളും പലവിധ കർമാനുഷ്ഠാനങ്ങളും എനിക്ക് എത്രയും ഇതൊന്നു മാത്രമാണ് ഉള്ളത്. അതോ മൂലാ ക്രിയാ സർവാ മമ രാജന്ന സംശയ ബഹുനാ കിം പ്രലാപേന ദാസ്യേ കാമദോഹിനീ. രാജാവേ, എൻ്റെ സകലവിധ അനുഷ്ഠാനങ്ങൾക്കും ഇത് തന്നെയാണ് ആധാരമായിട്ടുള്ളത്, സംശയമില്ല. ഏറെ പറയുന്നത് കൊണ്ട് എന്ത് കാര്യം? കാമധേനുവെ ഞാൻ നൽകിയില്ല. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യ ബാലകാണ്ഡേ 53 സർഗ 53 സർഗം സമാപ്തം. ഇനി 54 സർഗം 54 സർഗം. കാമധേനു സൈന്യങ്ങളെ സൃഷ്ടിച്ചത്. കാമധേനും വസിഷ്ഠോऽപി യദാ ന ത്യജതേ മുനിഃ തദാസ്യ ശബലാം രാമ വിശ്വാമിത്രോऽന്വകർഷത. നീയമാനാ തു ശബലാ രാമരാജ്ഞാ മഹാത്മനാ ദുഃഖിതാ ചിന്തയാമാസ വിരുദതി ശോകകർഷിതാ. പരിത്യക്താ വസിഷ്ഠേന കിമഹം സുമഹാത്മനാ യാഹം രാജഭടൈർദീനാ ഹ്രിയേയം ഭൃശദുഃഖിതാ. കിം മയാപകൃതം തസ്യ മഹർഷേർഭാവിതാത്മന യന്മാമനാഗസം ഭക്താമിഷ്ടാം ത്യജതി ധാർമ്മിക. ഇതി സഞ്ചിന്തയിത്വാതു നിശ്വസ്യ ച പുനഃ പുനഃ ജഗാമ വേഗേന തദാ വസിഷ്ഠം പരമൗജസം. നിർധൂയതാംസ്തദാ ഭൃത്യാൻ ശതശ ശത്രുസൂദന ജഗാമാനിലവേഗേന പാദമൂലം മഹാത്മനാ. ഹേ രാമ, വസിഷ്ഠ മഹർഷി ശബളയെ തീർച്ചയായും വിടുകയില്ല എന്ന് പറഞ്ഞ ഉടനെ വിശ്വാമിത്ര മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാമധേനുവെ തന്നെ ബലാത്കാരമായി പിടിച്ചു വലിച്ചു. ഹേ രാമ, ത്രിലോകപ്രസിദ്ധിയാർന്ന രാജാവിനാൽ വലിച്ചുകൊണ്ടു പോകപ്പെട്ട കാമധേനുവാകട്ടെ ദുഃഖം പൂണ്ട് ശോകത്താൽ മനസ്സുരുകി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിന്ത ചെയ്തു. രാജഭടന്മാരാൽ ദയയില്ലാതെ ഏറ്റവും ദുഃഖപ്പെടുത്തപ്പെട്ടുകൊണ്ട് ഞാൻ വലിച്ചുകൊണ്ടു പോകപ്പെടുന്നു. യാതൊരു അപ്രകാരമുള്ള ഞാൻ മഹാത്മാവെന്ന് ത്രിലോകപ്രസിദ്ധി പൂണ്ട വസിഷ്ഠ ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ടുവോ എന്തോ. ബ്രഹ്മജ്ഞാനിയായ ആ മഹർഷിക്ക് എന്നാൽ ചെയ്യപ്പെട്ട അപചാരം എന്തോന്നാണ്? എന്തെന്നാൽ ആ ധർമ്മശീലൻ പ്രേമത്തോടെ എല്ലായ്പ്പോഴും പ്രിയത്തെ ചെയ്യുന്ന ഭക്തിയായി എന്നെ ഗണിക്കാതിരിക്കുന്നുവല്ലോ. വീണ്ടും വീണ്ടും ദീർഘശ്വാസം വിട്ട് ഇപ്രകാരം മനസ്സിൽ ആലോചന ചെയ്ത് അപ്പോൾ ഒടുവിൽ തൻ്റെ ശക്തി കൊണ്ട് വസിഷ്ഠ ഭഗവാനെ അസ്ത്രശസ്ത്ര പ്രയോഗങ്ങളിൽ മഹാനിപുണനെന്ന് കണ്ടറിഞ്ഞു. ഹേ ശത്രു സംഹാരിക, ആ സമയം ആ നൂറ്റിക്കണക്കായ ആൾക്കാരെ വായുവേഗമായി കുടഞ്ഞെറിഞ്ഞ മഹാത്മാവായ വസിഷ്ഠമുനിയുടെ കാൽക്കൽ വന്നു ചേർന്നു. ശബലാസാരുദന്തീ ചക്രോശന്തീ ചേതമബ്രവീത് വസിഷ്ഠ്യസ്യാഗ്രതസ്തുത്വാ മേഘദുന്ദുഭിരാവിണീ. ഭഗവൻ കിം പരിത്യക്താ ത്വയാഹം ബ്രഹ്മണസ്തുത യസ്മാദ്രാജഭടാ മാം ഹിനയന്തേ ത്വൽസകാശദ. ഏവമുക്തസ്തു ബ്രഹ്മർഷിരിദം വചനമബ്രവീത് ശോകസന്തപ്തഹൃദയം സ്വസാരമിവ ദുഃഖിതാം. ന ത്വാം ത്യജാമി ശബലേ നാഭിമേയവകൃതം ത്വയാ യേഷ ത്വാം നയതേ രാജാ ബലാന്മത്തോ മഹാബല. നഹി തുല്യം ബലം മഹ്യം രാജാ ത്വദ്യ വിശേഷതഃ ബലീ രാജാ ക്ഷത്രിയശ്ച പൃഥിവ്യാ പതിരേവ ച. ഇയമക്ഷൗഹിണീ പൂർണ്ണാ സവാജിരഥസങ്കുലാ ഹസ്തിധ്വജ സമാകീർണാ തേന സൗ ബലവത്തര. ഏവമുക്താ വസിഷ്ഠേന പ്രത്യുവാച വിനീതവത് വചനം വചനജ്ഞാസാ ബ്രഹ്മർഷി മധുലപ്രഭം. ന ബലം ക്ഷത്രിയസ്യാഹുർബ്രഹ്മണോ ബലവത്തര. ബ്രഹ്മൻ ബ്രഹ്മബലം ദിവ്യം ക്ഷത്രാതു ബലവത്തരം. ആ കാമധേനു വസിഷ്ഠ മാമുനിയുടെ മുൻപിൽ നിന്നുകൊണ്ട് ഇടിമുഴക്കം പോലെയും ദുന്ദുഭി വാദ്യധ്വനി പോലെയും ഉള്ള ശബ്ദത്തോടെ വാവിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ മുറവിളിക്കൂട്ടി. രാജഭടന്മാർ എന്നെ നിന്തിരുവടിയുടെ സന്നിധിയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകുന്നു എന്നതിനാൽ സ്വാമിൻ ബ്രഹ്മപുത്ര, ഞാൻ നിന്തിരുവടിയാൽ തന്നെ കൊടുത്തു കളയപ്പെട്ടുവോ
ഇപ്രകാരം ഒരു ചെയ്യപ്പെട്ടത് കേട്ട ബ്രഹ്മർഷിയായ വസിഷ്ഠമുനി ഉടപ്പിറന്നവളെപ്പോലെയുള്ളതും ദുഃഖം പൂണ്ട ശോകത്താൽ മനസ്സുരുകിയതും ആയ അതിനോടായി ഇങ്ങനെ മൊഴിയരുളി. ഈ രാജാവിൻ്റെ സേന അക്ഷൗഹിണി സംഖ്യയോടുകൂടിയതായി നിറഞ്ഞതായിരിക്കുന്നു. കുതിരകളും തേരുകളും നിറഞ്ഞതായും ഇരിക്കുന്നു. ഉത്കൃഷ്ടങ്ങളായ ആനകളാലും നിറയപ്പെട്ടതായിരിക്കുന്നു. അതിനാൽ ഇദ്ദേഹം ഏറെ ബലവാനാകുന്നു. ഇദ്ദേഹമാകട്ടെ തപോബലമാർന്ന അരജൻ, ക്ഷത്രിയകുലത്തിൽ പിറന്ന രാജാവ്, ഭൂമിക്കെല്ലാം നായകനായി ബലിഷ്ഠനായി രാജ്യം അണ്ടുവരുന്നു. എനിക്ക് അദ്ദേഹത്തിന് തുല്യമായ ബലം ഇല്ല. നിന്നാൽ എനിക്ക് യാതൊരു അപചാരവും ചെയ്യപ്പെട്ടതേയില്ല. അല്ലേ കാമധേനു, നിന്നെ ഞാൻ കൊടുത്തിട്ടുമില്ല. ഇപ്പോൾ വിശേഷിച്ചും നിന്നെ എങ്കിൽ നിന്നും ബലാത്കാരമായി ആട്ടിക്കൊണ്ടു പോകുകയാകുന്നു. ഇപ്രകാരം വസിഷ്ഠ മഹർഷിയാൽ അരുളപ്പെട്ട ഉടനെ വാക്കറിവുള്ളതായ ആ കാമധേനു നിസ്തുല്യ തേജസ്വിയായ ബ്രഹ്മർഷിയോടായി വണക്കത്തോടെ ഈ വാക്യത്തെ മറുപടിയായി ഉരച്ചു. സ്വാമിൻ, ക്ഷത്രിയൻ്റെ ബലത്തെ ഒരു കാര്യമായി പറയാറില്ല. ബ്രാഹ്മണൻ്റെ ബലം ദിവ്യമായ മഹിമയുള്ളത്. ക്ഷത്രിയൻ്റേതിനേക്കാളും എത്രയോ ശക്തിയേറിയത്. ബ്രാഹ്മണൻ തന്നെയാണ് അധിക ബലവാൻ. അപ്രമേയം ബലം തുഭ്യം ന തുസൗ ബലവത്തര വിശ്വാമിത്രോ മഹാവീര്യസ്തേജസ്തവ ദുരാസദം നിയുക്ഷുമാം മഹാതേജസ്ത്വത് ബ്രഹ്മബല സംവൃതാം തസ്യ ദർപ്പം ബലം യത്തന്നാശയാമി ദുരാത്മന ഇത്യുക്തസ്തു തയാ രാമ വസിഷ്ഠസ്തു മഹായശഃ സൃജസ്വേതി തതോ വാജബലം പരബലാർദ്ദനം തസ്യ തദ്വചനം ശ്രുത്വാ സുരഭി സാ സൃജത്തദാ തസ്യാഹുങ്കാരവോത്സൃഷ്ടാ പപ്ലവാ ശതശോ നൃപാ നാശയന്തി ബലം സർവം വിശ്വാമിത്രസ്യ പശ്യത. സ രാജാ പരമക്രുദ്ധ ക്രോധവിസ്ഫാരിതേക്ഷണ പപ്ലവാൻ നാശയാമാസ ശസ്ത്രൈരുച്ചാവജൈരവി വിശ്വാമിത്രാർദിതാൻ ദൃഷ്ട്വാ പപ്ലവാൻ ശതശസ്തദാ ഭൂയ ഏവാസൃജത് കോപാശ്ചകാൻ യവനമിശ്രിതാൻ തൈരാസീത് സംവൃതാ ഭൂമി ശകൈർവനമിശ്രിതൈഃ പ്രഭാവദ്ഭിർമഹാവീര്യൈർഹേമകിഞ്ചൽക സന്നിഭൈഃ ദീർഘാസി പട്ടസധരൈർഹേമവർണാംബരാവൃതൈഃ നിർദഗ്ധം തദ്ബലം സർവം പ്രദീപ്തൈരിവ പാവകൈഃ. നിന്തിരുവടിക്ക് ബലം അളവറ്റത്, നിന്തിരുവടിയുടേത് തേജസ് അടുക്കാൻ പാടില്ലാത്തത്. മഹാതേജസ്വിയായ ഈ വിശ്വാമിത്രനാകട്ടെ നിന്തിരുവടിയേക്കാൾ അധികം ബലവാനല്ല തന്നെ. മഹാപ്രഭാവമാർന്നുള്ളവേ, നിന്തിരുവടിയുടെ മന്ത്രബലത്താൽ വർദ്ധിച്ച മഹിമയോടുകൂടിയ എന്നെ നിയോഗിച്ചാലും ആ ദുരാത്മാവിൻ്റെ കൊഴുപ്പേറിയ ശക്തി ഏതോ അതിനെ ഞാൻ ഇല്ലാതാക്കാം. ഹേ ശ്രീരാമ, അപ്പോൾ അക്കാര്യത്തെപ്പറ്റി ആ കാമധേനുവിനാൽ ഇപ്രകാരം അപേക്ഷിക്കപ്പെട്ട മഹാകീർത്തിശാലിയായ വസിഷ്ഠ മഹർഷി ശത്രു സൈന്യത്തെ നശിപ്പിക്കുന്ന ഒരു സേനയെ ഉടനെ സൃഷ്ടിച്ചോളുക എന്ന് അരുളി ചെയ്തു. ആ കാമധേനു അദ്ദേഹത്തിൻ്റെ ആ കൽപ്പന കേട്ട് ഉടനെ അപ്രകാരം ഉളവാക്കി. മന്നവ, അതിൻ്റെ ചീറ്റത്താൽ ഉളവാക്കപ്പെട്ട പപ്ലവർ എന്നവർ വിശ്വാമിത്ര മഹാരാജാവ് നോക്കിക്കൊണ്ടിരിക്കവേ തന്നെ സേനയെ മുഴുവനും നൂറ്റുകണക്കായി നാശം ചെയ്തു. ആ രാജാവ് കോപത്താൽ തുടിക്കുന്ന നേത്രങ്ങളോട് കൂടിയവനായി അളവറ്റ കോപം പൂണ്ടവനായി പല പല ശസ്ത്രങ്ങളെ കൊണ്ട് പപ്ലവന്മാരെ കൊന്നൊടുക്കി. പപ്ലവന്മാരെ നൂറ്റുകണക്കിൽ വിശ്വാമിത്ര മഹാരാജാവിനാൽ കൊല്ലപ്പെട്ടതിനെ കണ്ട് ഉടനെ യവനന്മാർ ചേർന്ന ശകർ എന്നവരെ കോപത്താൽ വീണ്ടും തന്നെ ഉളവാക്കി കാന്തിയുള്ളവരാക്കി അതിവീര്യശാലികളായി ചമ്പകപ്പൂവിൻ്റെ ഇതൾ പോലെ കാന്തിയുള്ളവരായ ആ യവനന്മാരിലെ ഇടകലർന്ന ശകന്മാരാൽ ഭൂമിയാസകലം നിറയപ്പെട്ടു. നീണ്ട കത്തികളും ഈട്ടികളും ധരിച്ചവരായി പൊന്നിൻ നിറമാർന്ന വസ്ത്രങ്ങൾ ധരിച്ചവരായ അവരാൽ അദ്ദേഹത്തിൻ്റെ സേന മുഴുവനും കത്തിജ്വലിക്കുന്ന അഗ്നിജ്വാലകളാൽ എന്നവണ്ണം ചുട്ടരിക്കപ്പെട്ടതായി ഭവിച്ചു. തദോ അസ്ത്രാണി മഹാതേജാ വിശ്വാമിത്രോ മുമോജഃ തൈർസ്ഥൈരവനകാം ഭോജാ പപ്ലവാശ്ചാകുലീകൃതാ. അനന്തരം മഹാതേജസ്വിയായ വിശ്വാമിത്ര മഹാരാജാവ് ബാണങ്ങളെ വർഷിച്ചു. അവരവർക്ക് പറ്റിയ ആ ബാണങ്ങളാൽ യവനരും കാംഭോജന്മാരും പപ്ലവന്മാരും ഏറ്റവും വിഷ്ണരായി ഭവിച്ചു. ആശ്ചര്യം. ചാർഷേ ശ്രീമദ് രാമായണി വാൽമീകി ആദികാവ്യ ബാലകാണ്ഡേ ചതുഷ്പഞ്ചാശ സർഗ 54 സർഗം സമാപ്തം. നമസ്തേ.